നമസ്കാരം. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള ഗുണഭോക്താക്കൾ, പ്രത്യേകിച്ച് പെൻഷൻ ഗുണഭോക്താക്കൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതും ഏറ്റവും പുതുക്കിയതും ആധികാരികവുമായിട്ടുള്ള വിവരങ്ങളാണ് ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന അറിയിപ്പുകൾ പ്രകാരം 2 ഗഡുക്കളായിട്ടായിരുന്നു പെൻഷൻ്റെ വിതരണം ചെയ്യേണ്ടിയിരുന്നത്. അതായത് ഇക്കഴിഞ്ഞ മാർച്ച് 25 മുതൽ ആദ്യ ഗഡുവും തുടർന്ന് മാർച്ച് 31 മുതൽ രണ്ടാമത്തെ ഗഡുവും വിതരണം ചെയ്യുമെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് ശേഷം നിശ്ചിത സമയത്ത് വിതരണം ആരംഭിക്കാത്തത് ഗുണഭോക്താക്കൾക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്കകൾക്ക് വഴിതെളിച്ചിരുന്നു. വാട്സപ്പ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെയും ഒക്കെ തന്നെ നിരവധി ആളുകളാണ് ഈ പെൻഷൻ വിതരണം എന്തുകൊണ്ട് വൈകുന്നു എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ നിരന്തരമായിട്ട് ചോദിച്ചു കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഡെയിലി അപ്ഡേറ്റ്സിലെ കമൻറ്റിലൊക്കെ നിരവധി ആളുകൾ ചോദിക്കുകയുണ്ടായി. സോ ഇതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി നിലവിലെ സാഹചര്യവുമാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എല്ലാ ഗുണഭോക്താക്കളും പൂർണ്ണമായിട്ട് കാണുക. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. പെൻഷൻ വിതരണത്തിൽ ഇപ്പോൾ നിലവിൽ നേരിട്ടിട്ടുള്ള ഈ ഒരു കാലതാമസം ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ഗുണകരമാകുന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാരിനെ എത്തിച്ചിരിക്കുന്നത്. നിലവിൽ 2 ഗഡുക്കളായിട്ട് തുക വിതരണം ചെയ്യുന്നതിനേക്കാൾ, പ്രത്യേകിച്ചും ഈസ്റ്റർ, വിഷു ഒക്കെ തുടങ്ങിയ ആഘോഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് 2 മാസത്തെ വിഹിതം അത് ഒരുമിച്ച് നൽകാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് മാർച്ച് മാസത്തെ 2000 രൂപയും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അടുത്ത മാസത്തെ വിഹിതവും, ഇനി അതല്ലെങ്കിൽ കുടിശ്ശികയുള്ള ആളുകൾ, അതായത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്ക് കുടിശ്ശികയുണ്ട്, അവർക്ക് 1600 രൂപ അതൊക്കെ തന്നെ ഒരേ സമയം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് എത്തുന്നതാണ്. സാങ്കേതികമായിട്ട് 2 തവണകളായിട്ട് വിതരണം നടത്തുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബാങ്കിങ് കാലതാമസവും അതോടൊപ്പം തന്നെ മറ്റ് പ്രായോഗിക ബുദ്ധിമുട്ടുകളുമൊക്കെ തന്നെ ഒഴിവാക്കാനായിട്ടാണ് തുക ഒരുമിച്ച് നൽകാനായിട്ട് ധനവകുപ്പ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങൾക്ക് വരാനിരിക്കുന്ന ആഘോഷവേളകളിൽ വലിയൊരു സാമ്പത്തിക ആശ്വാസമായിട്ട് മാറും എന്നതിൽ സംശയമില്ല. പുതുക്കിയ അറിയിപ്പുകൾ പ്രകാരം ഈ തുകയുടെ വിതരണം അത് വരുന്ന തിങ്കളാഴ്ച, അതായത് മാർച്ച് 30-ാം തീയതിയോടെ സംസ്ഥാനത്തുടനീളം ആരംഭിക്കുന്നതാണ്. 30-ാം തീയതി ആരംഭിക്കുന്ന വിതരണ പ്രക്രിയ ഏപ്രിൽ 2-ാം തീയതിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കാനായിട്ടാണ് സർക്കാർ ഇവിടെ ലക്ഷ്യമിടുന്നത്. ഇതിനായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള ട്രാൻസ്ഫറുകൾക്കും അതോടൊപ്പം തന്നെ സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് കൈകളിലേക്ക്, അതായത് വീടുകളിലേക്ക് എത്തിക്കുന്ന പെൻഷൻ വിതരണത്തിലുള്ള ക്രമീകരണങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ദുഃഖവെള്ളി ഉൾപ്പെടെയുള്ള ബാങ്ക് അവധി ദിവസങ്ങളൊക്കെ വരുന്നതിനാലാണ് അതിനു മുൻപ് തന്നെ ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിക്കാനായിട്ട് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. വിഷുവിനും ഈസ്റ്ററിനും മുൻപായിട്ട് തന്നെ ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് അത്യാവശ്യ സാധനങ്ങൾ, അതുപോലെ തന്നെ മരുന്നുകളൊക്കെ, മറ്റ് സേവനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുന്നതിനും ഏറെ സഹായകരമായി മാറും. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ലഭിക്കുന്ന ഗുണഭോക്താക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ വിതരണം ഏറെ നിർണായകമാണ്. അതായത് കേന്ദ്ര വിഹിതമായിട്ട് 500 രൂപയോ അല്ലെങ്കിൽ അതിൽ കുറവോ ലഭിക്കുന്നവർക്ക് ആ തുകയുടെ 2 ഗഡുക്കളും ചേർത്ത് ഇരട്ടി തുക ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നതാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് സംസ്ഥാന സർക്കാർ തന്നെ കൃത്യമായിട്ട് മുൻകൂറായിട്ട് അനുവദിക്കുകയും അത് കേന്ദ്ര സർക്കാരിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഗുണഭോക്താക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ വിതരണത്തിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇനി ഉണ്ടാകില്ലെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. തുക ക്രെഡിറ്റ് ആയതുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങളൊക്കെ SMS മുഖേന നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭ്യമാകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ്, പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് അത് കൃത്യമായിട്ട് സ്ഥിരീകരിക്കാൻ സാധിക്കും. ക്ഷേമ പെൻഷനുകൾക്ക് പുറമെയായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കും വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പെൻഷൻ വിഹിതം അത് ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സർക്കാർ ഇതിനോടകം തന്നെ കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 5 ഗഡുക്കളിലായിട്ട് ഏകദേശം 8000 രൂപയോളം ആദ്യഘട്ടത്തിൽ തന്നെ ലഭിക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ 1 ഗഡു കൂടി അധികമായിട്ട് വിതരണം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഓരോ ജില്ലയിലെയും ഗുണഭോക്താക്കളുടെ പട്ടിക ഇപ്പോൾ പരിശോധിച്ച് വരികയാണെന്നും ഈ പരിശോധനകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ തുക എത്തുമെന്നുമാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സാങ്കേതിക നടപടികൾ കാരണമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണത്തിലൊക്കെ തന്നെ നേരിയ കാലതാമസം നേരിടുന്നത്. എങ്കിൽ തന്നെയും വരും ദിവസങ്ങളിൽ ഇതിന് പരിഹാരമാകും എന്ന് ഉറപ്പാണ്. ചുരുക്കത്തിൽ സംസ്ഥാനത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾക്കൊക്കെ തന്നെ ഇപ്പോൾ അവസാനമായിരിക്കുകയാണ്. മാർച്ച് 30 മുതൽ തുക വിതരണം ആരംഭിക്കുകയും 31-ാം തീയതിയോടെ വിതരണ പ്രക്രിയ അതിൻ്റെ പൂർണ്ണതയിലൊക്കെ തന്നെ എത്തുകയും ചെയ്യും. 2 ഗഡുക്കൾ 4000 രൂപ ഒരുമിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുന്നതിനായിട്ടുള്ള സാമ്പത്തിക സഹായം അത് കൃത്യസമയത്ത് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെൻഷൻ ഗുണഭോക്താക്കളൊട്ടും ആശങ്കപ്പെടേണ്ടതില്ലെന്നും വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ തുക ലഭ്യമാകുമെന്നും ഉറപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, ഔദ്യോഗികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, തീർച്ചയായിട്ടും സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.